ഇന്ത്യയെ നടുക്കിയ ഭീകരാക്രമണമായിരുന്നു ജമ്മു ആൻഡ് കശ്മീരിലെ പഹൽഗാമിലുണ്ടായത്. ജമ്മു ആൻഡ് കശ്മീർ കാണാൻ വന്ന വിനോദസഞ്ചാരത്തിന് വേണ്ടി വന്ന സഞ്ചാരികളെയാണ് അവർ വെടിവെച്ചു കൊന്നത്. ഭീകരവാദികൾ വെടിവെച്ചു കൊന്നത് നിരായുധരായ വിനോദസഞ്ചാരികളെ. അവർ ഒന്നിനും വേണ്ടിയല്ല വന്ന്, വെറും ആഘോഷിക്കാനും വിനോദസഞ്ചാരത്തിനും വേണ്ടി മാത്രമാണ് അവർ വന്നത്. ആയുധങ്ങളില്ലാത്ത നിരായുധരായ സഞ്ചാരികളെയാണ് അവർ വെടിവെച്ചു കൊന്നത്. ജമ്മു ആൻഡ് കശ്മീരിലെ ടൂറിസം മേഖല ഏറെ നാളത്തെ അനിശ്ചിതാവസ്ഥയ്ക്ക് ശേഷം മേലോട്ട് കയറി വരികയായിരുന്നു. ആർട്ടിക്കിൾ 320 എടുത്ത് മാറ്റിയതും അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രഭരണ പ്രദേശമായി മാറിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം ഏറെ അനിശ്ചിതാവസ്ഥയ്ക്ക് ശേഷം ജമ്മു ആൻഡ് കശ്മീരിലെ ടൂറിസം രംഗം മേലോട്ട് കയറി വരികയായിരുന്നു. അതിനാണ് ഈ ഭീകരവാദികൾ ഇപ്പോൾ പ്രഹരമേൽപ്പിച്ചത്. ഇവർ മാത്രമായിരുന്നില്ല ജമ്മു ആൻഡ് കശ്മീരിൽ വിനോദസഞ്ചാരത്തിന് എത്തിയത്. ഒരുപാട് സഞ്ചാരികൾ സമ്മർ സീസൺ ആയതുകൊണ്ട്, വേനൽക്കാലമായതുകൊണ്ട് ജമ്മു ആൻഡ് കശ്മീരിൽ എത്തിയിരുന്നു. അവരെല്ലാവരും ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി തിരിച്ചു പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ട വിമാനങ്ങൾ കിട്ടുന്നില്ല എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അവിടെ കുടുങ്ങിക്കിടപ്പുള്ള കേരളത്തിലുള്ള MLA മാരായ ടി സിദ്ദിഖും മുകേഷും അൻസലനും KP മജീദും വ്യക്തമാക്കിയിട്ടുമുണ്ട്. ടി സിദ്ദിഖ് ഇതിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ കാര്യങ്ങൾ വിവരിക്കുന്നുമുണ്ട്. എന്നാൽ ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. വളരെ രൂക്ഷമായ ഒരു ഭീകരാക്രമണത്തെ നേരിട്ടിരിക്കുകയാണ് അവിടെയുള്ള വിനോദസഞ്ചാരികൾ. അവർ തിരിച്ചു പോകാൻ വേണ്ടി ഏത് വഴിയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ വിമാന കമ്പനികൾ അവരെ പിഴിയുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. സാധാരണ 5000 മുതൽ 6000 രൂപ വരെ മാത്രം വരുന്ന ജമ്മു ആൻഡ് കശ്മീർ ന്യൂഡൽഹി ടിക്കറ്റ് ഏപ്രിൽ 24-ാം തീയതി, അതായത് നാളെ 14,000 മുതൽ 28,000 വരെയാണ്. ഏകദേശം ഡബിൾ ആണ് അവിടുത്തെ നിരക്ക്. ആ നിരക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ഇന്ന് വൈകുന്നേരം 6:35 നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന ടിക്കറ്റിംഗ് ബുക്കിംഗ് സൈറ്റായിട്ടുള്ള മേക്ക് മൈ ട്രിപ്പിൽ പരിശോധിക്കുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് 1:15 എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് 14,030 രൂപയാണ് ശ്രീനഗർ ടു ന്യൂഡൽഹി. അതാണ് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ്. ഏപ്രിൽ 24-ാം തീയതി കാര്യമാണ് പറയുന്നത്. ഏപ്രിൽ 23-ാം തീയതി, അതായത് ഇന്ന് ടിക്കറ്റ് നിരക്ക് അതിന് മുകളിലായിരുന്നു. ഇനി ഒരൊറ്റ ഫ്ലൈറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനും 14,000 രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് നിരക്കുള്ളത്. 7:35 ഇൻഡിഗോയ്ക്ക് 15,605 വൈകുന്നേരം 7 മണിക്കുള്ള ഇൻഡിഗോയ്ക്ക് 15,000. മാത്രമല്ല അതിനുശേഷം പിന്നെ വ്യക്തമായിട്ട് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. 29-ാം തീയതി അടുത്ത ചൊവ്വാഴ്ച 6,312 രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്കുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6,000 രൂപയാണ് മിനിമം ബേസിക് ആയിട്ടുള്ള ശ്രീനഗർ ടു ന്യൂഡൽഹി റൂട്ടിലെ റേറ്റ്. എന്നാൽ ഈ അവസരത്തിൽ ഇപ്പോൾ ഒരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചാരികളെ പിഴിയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ. ഇൻഡിഗോ രാത്രി 8:15 ഫ്ലൈറ്റിന് 15,605, സ്പൈസ് ജെറ്റ് രാത്രി 6:40 ഫ്ലൈറ്റിന് 25,729, സ്പൈസ് ജെറ്റിന് രാവിലെ 8:15 ഫ്ലൈറ്റിന് 28,879, രാവിലെ 10 മണിക്കുള്ള സ്പൈസ് ജെറ്റിൻ്റെ മറ്റൊരു ഫ്ലൈറ്റിന് 28,000, വൈകുന്നേരം 5 മണിക്കുള്ള സ്പൈസ് ജെറ്റിൻ്റെ മറ്റൊരു ഫ്ലൈറ്റിന് 28,000 അവർ റേറ്റ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണരക്ഷാർത്ഥം തങ്ങളുടെ നാട്ടുകളിലേക്ക് തിരിച്ചെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിനോദസഞ്ചാരികളെ പിഴിയുകയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് വിമാന മേഖല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ അടിയന്തര ആവശ്യം വരുമ്പോഴത്തേക്കും സാധാരണക്കാരെ പിഴിയുക എന്ന നിലപാടാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് വിമാന കമ്പനികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് ഉദാഹരണമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുന്നേ കൃത്യമായി പറയുകയാണെങ്കിൽ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെ സമയത്ത് വിദേശത്തുനിന്ന് ഇന്ത്യയിലോട്ട് വരുന്ന പ്രവാസികളെ ഊറ്റുന്ന നിലപാടായിരുന്നു കോർപ്പറേറ്റ് വിമാന കമ്പനികൾ എടുത്തത്. അതിനുശേഷം പിന്നെ കഴിഞ്ഞ മാസമായിരുന്നു പെരുന്നാൾ വന്ന്, ചെറിയ പെരുന്നാളിൻ്റെ സമയത്തും ഗൾഫിലെ സ്കൂളുകളിൽ അവധി വന്ന സമയത്തും ഇതുപോലെ തന്നെ പ്രവാസികളെ വലിയ രീതിയിൽ ഊറ്റുന്ന നിലപാടായിരുന്നു വിമാന കമ്പനി എടുത്ത്. ഊറ്റുന്ന എന്ന് കൃത്യമായി എടുത്ത് പറഞ്ഞാൽ അതുപോലെയായിരുന്നു. ഒരു ഡ്രാക്കുള ചോര ഊറ്റുന്ന പോലെയായിരുന്നു വിമാന കമ്പനികൾ ചോര ഊറ്റിയത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഒരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ദേശീയ തലത്തിൽ കോർപ്പറേറ്റ് വിമാന കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആൾക്കാർ പെട്ടെന്നുണ്ടായ ഒരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കൂടി ഊറ്റാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് പ്രത്യാഘാതങ്ങളുള്ളതാണ്. അത് മനുഷ്യത്വ ഇല്ലായ്മയാണെന്ന് എടുത്തു തന്നെ പറയാം. 6,000 രൂപയാണ് ടിക്കറ്റെന്ന് വ്യക്തമായി പറയുന്നുണ്ട് തിരക്കില്ലാത്ത സമയത്ത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആൾക്കാർ പ്രാണരക്ഷാർത്ഥം മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുമ്പോൾ അവരെ 4 ഇരട്ടി അധികം ചാർജ് ഈടാക്കുന്നത് എന്ത് മനുഷ്യത്വമാണ് എന്ന് ചോദ്യമുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും
ഇങ്ങനെയും മനുഷ്യത്വമില്ലായ്മ കാണിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല ഈ തലങ്ങളിൽ ഇത്തരം അവസ്ഥകളിലാണ് ഇടപെടൽ ഉണ്ടാകേണ്ടത്, സർക്കാർ തല ഇടപെടൽ ഉണ്ടാകേണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എവിടേക്കാണോ ഫെയിലിയർ ആകുന്നത്, എവിടേക്കാണോ പരാജയമാകുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. കാര്യം 28,000 രൂപയാണ് ടിക്കറ്റായിട്ട് കൊടുക്കേണ്ടത്. അത് രാവിലത്തെ ആദ്യ ഫ്ലൈറ്റുകൾക്ക്. സ്പൈസ് ജെറ്റിൻ്റെ ഫ്ലൈറ്റിന് 28,000 രൂപയാണ്, ഏറ്റവും കുറഞ്ഞത് 14,000 ആ കണക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്, പരിശോധിക്കേണ്ട കാര്യമാണ്. മനുഷ്യത്വ ഇല്ലായ്മയാണെന്ന് നമുക്ക് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യാം.